ഹലോ, ഞാൻ ഈ ഒരു വീഡിയോ വേറൊരു ചാനലിൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ആ ചാനലിൽ തന്നെ കണ്ടിരുന്നു ഹോം മെയ്ഡ് ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്ലേ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ കസിനും ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ബ്രെഡിൻ്റെ ട്രിങ്കറ്റ് ഡിഷാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ബ്രെഡിനുള്ളതും അതിൻ്റെ മണ്ടയ്ക്കുള്ള ബ്രിൽസൊക്കെയുള്ളതുമായിട്ടുള്ള ക്ലേ ഒക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് വെച്ചു. പിന്നെ ക്ലേ ഞാൻ കൈകൊണ്ട് തന്നെ പരത്തിയെടുത്ത് അതിലെങ്ങനെയൊക്കെയോ ഏകദേശം ഒരു ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വെട്ടിയെടുത്തു. പിന്നെ അത് വെള്ളം വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്തു. ഫസ്റ്റ് ട്രൈയും കഴിഞ്ഞു, സെക്കൻഡ് ട്രൈയും കഴിഞ്ഞു, തേർഡ് ട്രൈ ആണ് ഇപ്പോൾ എൻ്റെ കസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലേ ഞാനിങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ വിരിച്ചിരിക്കുന്ന മാറ്റ് ഞങ്ങൾ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തതാണ്. അതിൻ്റെ ഒരു പോരായ്മകളെല്ലാം ആ മാറ്റിൽ നിങ്ങൾക്ക് കാണാം. ക്ലേയുടെ ഈ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂട്യൂബിൽ ക്ലേ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രാച്ചസ് ഇടുന്നതിൻ്റെ ട്യൂട്ടോറിയലും അങ്ങനെ പലതും കണ്ടിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ ഇട്ട് കുറച്ച് വാട്ടറൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു റോൾ ചെയ്ത് വെച്ചത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രാച്ചസ് ഇട്ട് കൊടുത്തത് കൊണ്ട് മാത്രം ഒട്ടിയിരിക്കില്ല. സോ നമ്മളത് ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് കുറച്ച് എക്സ്ട്രാ ക്ലേ വെച്ച് അത് വീണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. നമ്മൾ ആ ബ്രെഡിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ റോൾ ചെയ്ത് വെച്ചിരുന്ന ആ ക്ലേ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ക്ലേ വെച്ച് പുറത്ത് ജോയിൻ ചെയ്ത പോലെ തന്നെ അകത്തും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും സാധനം തറയിൽ നൽകിയില്ലുള്ള ഒരവസ്ഥ. സോ ഞാൻ ആദ്യം തന്നെ അത് ഒന്ന് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബുൾസയുടെ പരിപാടിയിലേക്ക് കടക്കാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈയുടെ അവസ്ഥയാണ് ഗൈസ് ഇത്. ബുൾസയ്ക്കുള്ളത് ഞാൻ കൈ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്ര ഷേപ്പായിട്ടില്ല, പിന്നെ നമുക്ക് വാട്ടർ വെച്ച് ഷേപ്പാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്രാച്ചസ് ഇട്ടിട്ട് നമ്മുടെ ബുൾസയുടെ ആ ഒരു ബേസും ഒട്ടിച്ചു കൊടുത്തു. ബുൾസയുടെ നടുക്കുള്ള ആ ഒരു ഉണ്ണിക്കായിട്ട് ഞാൻ ചെറിയ റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ബേസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എൻ്റെ ട്രിങ്കറ്റ് ഡിഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആളുടേത് ഇപ്പോഴും കുറച്ചുകൂടി തീരാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഇതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതാണ് എൻ്റെ ട്രിങ്കറ്റ് ഡിഷിൻ്റെ ഔട്ട്ലുക്ക്.